Dear students, today let us discuss about thin layer chromatography, which is a branch of planar chromatography. The previous class I had told you that there are two types of planar chromatography. One is paper chromatography and the other is thin layer chromatography. So let us discuss thin layer chromatography today in detail. Thin layer chromatography or TLC is a type of liquid chromatography that is used to separate non-volatile mixtures such as glycerin into its individual components. The process is performed on a sheet of glass, plastic or aluminum foil coated with a thin layer of adsorbent material like silica gel, aluminum oxide or which is called alumina or cellulose, and they are called the stationary phase. TLC is utilized in many industries for different purposes. TLC can also be called as a variant of liquid-liquid partition chromatography because the stationary phase is a film of liquid which is adsorbed on a uniform thin layer of adsorbent material like silica gel, alumina, cellulose, etc. And the mobile phase is a suitable solvent immiscible with the stationary phase. The basic principle of the method is that differential distribution or partition of the components between the two immiscible phases brings about a difference in the rates of migration, resulting in separation. തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രൊമാറ്റോഗ്രഫിയാണ്. പേപ്പർ ക്രൊമാറ്റോഗ്രഫി ആയിട്ട് വളരെയധികം സാമ്യമുള്ള ഒരു ക്രൊമാറ്റോഗ്രഫിയും കൂടിയാണ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി. തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ശരിക്കും ഒരു പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി ആയിട്ട് കരുതാവുന്നതാണ്. കാരണം അതിലൊരു എടുക്കുന്നത് ഒരു ഗ്ലാസ് പ്ലേറ്റ് ആണ്. വേണമെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ അലൂമിനിയത്തിന്റെ പ്ലേറ്റ് എടുക്കാവുന്നതാണ്. ഗ്ലാസ് പ്ലേറ്റിൽ നമ്മൾ ഒരു അഡ്സോർബൻ മെറ്റീരിയൽ കോട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ അഡ്സോർബൻ മെറ്റീരിയലിൽ ഒരു ഫിലിം ഓഫ് ലിക്വിഡ് വെച്ചിട്ട് അതിനെ നനച്ച് വെക്കുന്നു. ആ അബ്സോർബൻ മെറ്റീരിയലിൽ ഒരു ലിക്വിഡ് ഉണ്ടാവും. പിന്നെ എന്നിട്ട് അത് മൊബൈൽ ഫേസിൽ ഇറക്കി വെക്കുകയാണ്. മൊബൈൽ ഫേസിന്റെ ഉള്ളിൽ സാമ്പിൾ കമ്പോണൻസും ഉണ്ടാവും. അപ്പൊ മൊബൈൽ ഫേസും സാമ്പിൾ കമ്പോണൻസും കൂടെയും ട്രാവൽ ചെയ്യുന്നു മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ കാപ്പിലറി ആക്ഷൻ ആണ്. ആക്ഷന്റെ പേര് കാപ്പിലറി ആക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ പതുക്കെ സോൾവെന്റ് മുകളിലേക്ക് പൊങ്ങിപ്പോവും. അതിന്റെ കൂടെ സാമ്പിൾ കമ്പോണൻസിനെയും കൂടെ കൊണ്ടുപോകും. പക്ഷെ ഒരേ റേറ്റിലായിരിക്കില്ല കൊണ്ടുപോകുന്നത്. ചിലവർക്ക് അഫിനിറ്റി കൂടുതലായിരിക്കും സ്റ്റേഷനറി ഫേസിനോട്, ചിലവർക്കാണെങ്കിൽ മൊബൈൽ ഫേസിനോടായിരിക്കും കൂടുതൽ അഫിനിറ്റി. അപ്പൊ അവിടെ ഒരു ഡിഫറൻസ് ഇൻ റേറ്റ് വരും. എല്ലാവരുടെയും വേഗത ഒരേപോലെ അല്ലാത്തത് കൊണ്ട് തന്നെ സെപ്പറേറ്റഡ് ആവും. ആ കമ്പോണൻസ് ഒക്കെ സെപ്പറേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. Now the advantages of TLC are that it requires less equipment, the separation of components is faster, thus saving time. The technique is highly sensitive and gives more accurate results. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ പറയാ, എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പ്ലേറ്റ് മതി. ഗ്ലാസ് പ്ലേറ്റും അതിനെ ഇറക്കി വെക്കാനുള്ള ഒരു ബീക്കറും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് TLC ചെയ്യാൻ പറ്റും. ഈ സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് പെട്ടെന്നായിരിക്കും, വളരെയധികം ഒരു മണിക്കൂറോ 2 മണിക്കൂറോ പരമാവധി മതിയാവും. പിന്നെ ഹൈലി സെൻസിറ്റീവ് ആണ്, ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ശരിക്കും സാമ്പിൾ കമ്പോണൻസ് നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ കാണാൻ പറ്റും, പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിൽ സംഭവിക്കുന്നത് പോലെ തന്നെ. Now let us discuss the equipments and the process of TLC. The system components are the TLC plates, which is made with a stationary phase. These are stable and chemically inert plates where a thin layer of stationary phase is applied on its own surface layer. The stationary phase on the plates is of uniform thickness and is in a fine particle size. TLC plate ആണ് വേണ്ടത്. ഈ കാണിച്ചിരിക്കുന്നതാണ് TLC പ്ലേറ്റ്. TLC പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പ്ലേറ്റ്, പക്ഷെ അതിന്റെ മുകളിൽ യൂണിഫോം കോട്ടിംഗ് ഓഫ് അഡ്സോർബന്റ് ആണ് എടുക്കുന്നത്. അഡ്സോർബന്റ് ആയിട്ട് ഏതൊക്കെ ഉപയോഗിക്കാം? സിലിക്ക ജെൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, അലൂമിനിയം ഉപയോഗിക്കാം, സെല്ലോസ് ഉപയോഗിക്കാം. അപ്പൊ അതിന്റെ ഒരു സ്ലറി, അത് വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു സ്ലറി എടുത്തിട്ട് ഇവിടെ കോട്ട് ചെയ്യുക. കോട്ട് ചെയ്ത് ഉണക്കാൻ വെക്കുക. അപ്പൊ നമ്മുടെ ഗ്ലാസ് പ്ലേറ്റ് ഏകദേശം റെഡി ആവും. എന്നിട്ട് നമ്മൾ അത് ഉപയോഗിക്കാം.
പിന്നെ ഒരു ചേംബർ വേണ്ടി വരും. നെക്സ്റ്റ് ഇസ് TLC ചേംബർ. ദിസ് ഇസ് യൂസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ TLC പ്ലേറ്റ്. The chamber maintains a uniform environment inside for proper development of spots. It also prevents the evaporation of solvents and keeps the process dust free. ചേംബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക, ഈ കാണിച്ചിരിക്കുന്ന ഈ വെസലിനെയാണ് നമ്മൾ ചേംബർ എന്ന് പറയുന്നത്. ഈ ചേംബറിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ മൊബൈൽ ഫേസ് എടുക്കേണ്ടതായിട്ട് വരും, സോൾവെന്റ് എടുക്കേണ്ടതായിട്ട് വരിക. ഇത് അടച്ചു വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവാപറേഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. Next is mobile phase. This comprises of a solvent or solvent mixture. The mobile phase used should be particulate free and of the highest purity for proper development of TLC spots. The solvents recommended are chemically inert with the sample. മൊബൈൽ ഫേസ് ആണ് അടുത്തത് ഉപയോഗിക്കേണ്ടത്. മൊബൈൽ ഫേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്യൂരിറ്റി ഉണ്ടാവണം, വേറെ എന്താ പറയാ കണ്ടാമിനൻസ് ഉണ്ടാവരുത്. അപ്പൊ മൊബൈൽ ഫേസ് നമ്മൾ ഇവിടെ ആണ് എടുക്കുക. എപ്പോഴും നമ്മൾ എടുക്കുന്ന ഒരു സ്പോട്ട്, അതായത് സാമ്പിൾ കമ്പോണൻസിന്റെ ഒരു സ്പോട്ട് നമ്മളിവിടെ തൊടിയിച്ച് കൊടുക്കുമ്പോൾ അതിനേക്കാളും താഴെ ആയിരിക്കണം മൊബൈൽ ഫേസിന്റെ അളവ് എന്ന് പറയുന്നത്. ഇത്രയും വരെ മൊബൈൽ ഫേസ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, മൊബൈൽ ഫേസിന് ട്രാവൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ എപ്പോഴും സാമ്പിൾ കമ്പോണന്റ് സ്പോട്ടിന്റെ താഴെ ഒരു ലൈനിലായിരിക്കണം മൊബൈൽ ഫേസ് ഇരിക്കുന്നത്. ഇത് പതുക്കെ കാപ്പിലറി ആക്ഷൻ വഴി ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങും. മുകളിലേക്ക് പൊങ്ങുമ്പോൾ സാമ്പിൾ കമ്പോണൻസിനെ അത് അതിന്റെ കൂടെ കൊണ്ടുപോകും. സാമ്പിൾ കമ്പോണൻസിനെ കൂടെ കൊണ്ടുപോകുമ്പോൾ ഒരേ റേറ്റ് ആയിരിക്കില്ല. ചിലത് പെട്ടെന്ന് ട്രാവൽ ചെയ്യും മുകളിലേക്ക്, ചിലത് വളരെ പതുക്കെ ട്രാവൽ ചെയ്യുള്ളൂ. ഇനി ഈ മൊബൈൽ ഫേസ് ഒരിക്കലും സ്റ്റേഷനറി ഫേസ് ആയിട്ട് റിയാക്ട് ചെയ്യില്ല, ഇമ്മിസിബിൾ ആയിരിക്കും, രണ്ടും ഇമ്മിസിബിൾ ആയിരിക്കും. ഇനി സ്റ്റേഷനറി ഫേസിന്റെ കൂടെ ഒരു ലിക്വിഡും കൂടെ ഉണ്ടാവും. അതും ഞാൻ പറഞ്ഞായിരുന്നു, ഒരു എന്താ പറയുക ഗ്ലാസ് പ്ലേറ്റ് നമ്മളൊന്ന് നനച്ച് വെക്കണം. നനച്ച് വെച്ചാലാണ് ആ എന്താ പറയാ മൈഗ്രേഷൻ കുറച്ചും കൂടെ എളുപ്പമാവുക. അതായത് സ്റ്റേഷനറി ഫേസിൽ ഒരു ലിക്വിഡ് ഉണ്ട്, പിന്നെ മൊബൈൽ ഫേസും ഒരു ലിക്വിഡ് ആണ്. അപ്പൊ രണ്ട് ലിക്വിഡ് ആണ്, അതായത് സ്റ്റേഷനറി ഫേസും ലിക്വിഡ്, മൊബൈൽ ഫേസും ലിക്വിഡ്. അതുകൊണ്ടാണ് ഇത് ലിക്വിഡ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയുടെ ഒരു വകഭേദമാണെന്ന് പറയുന്നത്. Now let me discuss the procedure. The stationary phase is applied onto the plate uniformly and then allowed to dry and stabilize. These days, however, ready-made plates are preferred. With a pencil, a thin mark is made at the bottom of the plate to apply the sample spot. Then sample solutions are applied on the spots marked on the line in equal distances. The mobile phase is poured into the TLC chamber to a level few centimeters above the chamber bottom. A moistened filter paper in mobile phase is placed on the inner wall of the chamber to maintain equal humidity. Now the plate prepared with sample spotting is placed in a TLC chamber so that the side of the plate with the sample line is facing the mobile phase. Then the chamber is closed with a lid. The plate is then immersed such that the sample spots are well above the level of mobile phase for development. Allow sufficient time for the development of spots. Then remove the plates and allow them to dry. The sample spots can now be seen in a suitable UV light chamber or any other methods as recommended for the said sample. This is RF value, the distance moved by sample divided by the distance moved by solvent front. This is solvent or the mobile phase and the spots are here and the TLC plate is shown here. ഞാൻ ഈ പ്രോസസ്സ് ഒന്നും കൂടെ പറയാമോ? പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനറി ഫേസ് സിലിക്ക ജെല്ല് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ പ്ലേറ്റിൽ തേച്ച് പിടിപ്പിക്കുക, എന്നിട്ട് ഡ്രൈ ചെയ്യുക. അതാണ് ആദ്യത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് നേരത്തെ വേണമെങ്കിൽ ചെയ്തു വെക്കാവുന്നതാണ്. ഇനി ആ പ്ലേറ്റിനെ എടുത്തിട്ട്
ആ പ്ലേറ്റിനെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ മൊബൈൽ ഫേസിൽ ഇറക്കി വെക്കുക. മൊബൈൽ ഫേസിലേക്ക് ഇറക്കി വെക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ സാമ്പിൾ സൊല്യൂഷന്റെ സ്പോട്സ് ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനിൽ നിരത്തി ഈക്വൽ ഗ്യാപ്പിൽ ഇങ്ങനെ സ്പോട്ട് ഇട്ടിട്ടുണ്ടാവണം. ഇനി മൊബൈൽ ഫേസ് എപ്പോഴും ഈ സ്പോട്ടിന്റെ താഴെ ആയിരിക്കണം. എന്നിട്ട് ഇത് TLC ചേംബറിന്റെ ഉള്ളിൽ ഇറക്കി വെക്കുക. ഇനി പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഒരു ഫിൽറ്റർ പേപ്പർ അതിൻ്റെ അടുത്ത് വെക്കാവുന്നതാണ് ഈക്വൽ ഹ്യൂമിഡിറ്റി ഉണ്ടാക്കാൻ വേണ്ടി. അതൊക്കെ അതിന്റെ ടെക്നിക്കൽ സൈഡാണ്. അതായത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടീസ് മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിന്റെ കാര്യമൊന്നും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ ഈ ഗ്ലാസ് പ്ലേറ്റ് മൊബൈൽ ഫേസിന്റെ ഉള്ളിൽ ഇറക്കി വെക്കുക. TLC ചേംബറിന്റെ ഉള്ളിൽ ആണ് എടുക്കേണ്ടത്. ഇനി അതിനെ വേണമെങ്കിൽ ഒന്ന് മൂടിയും വെക്കുക. ഇവാപ്പറേഷൻ ഒഴിവാക്കാൻ വേണ്ടി മൂടിയും വെക്കുക. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫേസ് തന്നെ മുകളിലേക്ക് പൊങ്ങും. ഇവിടം വരെയും പൊങ്ങിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് അല്ലെ. പൊങ്ങുന്നതനുസരിച്ച് സാമ്പിൾ കമ്പോണൻസിനെയും പതുക്കെ കൂടെ കൊണ്ടുപോകും. പക്ഷെ കൂടെ കൊണ്ടുപോകുന്നത് ഒരേ റേറ്റിലായിരിക്കില്ല. പല സ്പോട്സ് നമുക്ക് കാണാൻ പറ്റും. പല സ്പോട്സ് നമ്മൾ കാണുന്നതനുസരിച്ച് നമുക്ക് എത്ര കമ്പോണൻസ് ഉണ്ടായെന്നും ഏതൊക്കെയായിരുന്ന കമ്പോണൻസ് എന്നും നമുക്ക് കണ്ടെത്താൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ കണ്ണിന് അത്രയ്ക്ക് അത് ക്ലിയർ ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ UV ലൈറ്റിന്റെ വെളിച്ചത്ത് കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പൊ നമുക്ക് സാമ്പിൾ സ്പോട്സിനെ ശരിക്കും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓരോ സ്പോട്ടും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണ് ഈ TLC ചെയ്യുന്നത്. ഈ പ്ലേറ്റിനെ നമുക്ക് ക്രോമോ പ്ലേറ്റ് എന്നാണ് വിളിക്കുന്നത്. ദിസ് പ്ലേറ്റ് ഇസ് കോൾഡ് ക്രോമോ പ്ലേറ്റ്. Now let me discuss. There are two types of TLC. TLC, I told you, paper chromatography can also be done in descending development and ascending development. Similarly, there is descending TLC and ascending TLC. What is descending TLC? Development of the chromatogram is done by allowing the solvent to travel down the paper. Paper or the plate. A mobile face is placed in a solvent holder at the top. The spot is kept at the top and solvent flows down the TLC from above. Whereas in ascending TLC, the solvent travels up the chromatographic paper. Both the descending and ascending TLC are used for the separation of organic and inorganic substances. The sample and solvent move forward by gravitational force here and against the gravitational force in ascending TLC. അതായത് രണ്ട് തരത്തിലുള്ള TLC നമുക്ക് ചെയ്യാവുന്നതാണ്. ഡിസെൻഡിങ് ടൈപ്പ് ഡെവലപ്മെന്റിൽ നമ്മൾ ഗ്ലാസ് പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് സ്പോട്ട് ഏറ്റവും മുകളിലാണ് കൊടുക്കുന്നത്. പിന്നെ സ്പോട്ടിന്റെ അവിടേക്ക് മൊബൈൽ ഫേസ് ഒഴുകാൻ വേണ്ടി മൊബൈൽ ഫേസിന് ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറിൽ എടുത്തിട്ട് അതിനെന്താ ഒരു പഞ്ഞിയോ കോട്ടണോ അങ്ങനത്തെ ഇത് വെച്ചിട്ട് മുകളിലേക്ക് എന്താ പറയാ വലിച്ചെടുക്കാൻ അല്ലെങ്കിൽ മുകളിലേക്ക് അത് ഒഴുകാനുള്ള രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. ഇപ്പൊ സോൾവെന്റ് പതുക്കെ മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകും. അപ്പൊ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ആണ് ബൈ ഗ്രാവിറ്റിയുടെ അതേ ഡയറക്ഷനിലാണ്. ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി വലിക്കുന്നതാണ്. അപ്പൊ താഴേക്കാണ് ഒഴുകുന്നത്. അത് വെള്ളം മുകളിൽ നിന്ന് ഒഴുകുന്നത് ഗ്രാവിറ്റിയുടെ എഫക്റ്റ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെയും വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നത്. അപ്പൊ ഗ്രാവിറ്റി കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ഇനി എന്താണ് അസെൻഡിങ് TLC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത TLC അങ്ങനെയായിരുന്നു. നമ്മുടെ ഗ്ലാസ് പ്ലേറ്റ് എടുക്കുന്നു, മൊബൈൽ ഫേസിന്റെ ഉള്ളിൽ ഇറക്കി വെക്കുന്നു. അപ്പൊ മൊബൈൽ ഫേസ് പതുക്കെ ഗ്ലാസ് പ്ലേറ്റിൽ നിന്ന് മുകളിലേക്ക് ഒഴുകുന്നു. സാമ്പിൾ സ്പോട്ട് ഏറ്റവും താഴെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇവിടെ മൊബൈൽ ഫേസ് മുകളിലേക്ക് ഫ്ലോ ചെയ്യണോണ്ട് ഇത് കാപ്പിലറി ആക്ഷൻ എന്ന് വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റിക്ക് എതിരായിട്ടാണ് സംഭവിക്കുന്നത്. TLC is one of the most efficient and simplest separation techniques available in the laboratory. For example, a mixture of amino acids can be separated by TLC
on silica gel plates using a mixture of chloroform, methanol, and ammonium hydroxide as a solvent. The separated spots can be detected by using the reagent ninhydrin, which is a 0.1% solution of ninhydrin in butanol. TLC can be used to detect both qualitative and quantitative analysis. Qualitative analysis is done based on migration parameters, which are the RF values, RX values, and RM values. We will discuss only about the first value, which is the RF value or the retardation factor value. In the TLC, the results are represented by RF value, which represents the movement or migration of solute relative to the solvent front, or RF is equal to distance traveled by the solute divided by distance traveled by the solvent front. The RF value range from 0 to 1, but the ideal value range between 0.3 to 0.8. ആപ്ലിക്കേഷൻസ് ഓഫ് TLC പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റേറ്റീവ് അനാലിസിന് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിന് ഉപയോഗിക്കാവുന്നതാണ്. എത്ര ടൈപ്പ് സ്പോട്ട് കിട്ടി അതനുസരിച്ച് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, എത്ര സ്പോട്ടിന് എത്ര വലിപ്പമുണ്ട് അതനുസരിച്ചാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് വരിക. പിന്നെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യാനുള്ള വേറെ മാർഗം റിട്ടാർഡേഷൻ ഫാക്ടർ വാല്യൂ ആണ്. റിട്ടാർഡേഷൻ ഫാക്ടർ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പേപ്പർ ക്രോമാറ്റോഗ്രഫിയിൽ പറഞ്ഞതാണ്, ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി സോൾവെന്റ് ഫ്രണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും, എന്താ പറയുക, ഇവിടെ സൊല്യൂട്ട് ഇവിടം വരെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ സോൾവെന്റ് എവിടം വരെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഇവിടം വരെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡിസ്റ്റൻസ് താഴേന്ന് ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ താഴെ നിന്നുള്ള ഈ സോൾവെന്റിന്റെ ഫ്രണ്ടിന്റെ അവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ റിട്ടാർഡേഷൻ ഫാക്ടർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും 1ന്റെ താഴെയായിരിക്കും വാല്യൂസ്. ഏറ്റവും നല്ല വാല്യൂ എന്ന് പറയുന്നത് 0.3 to 0.8 ആണ് വരുന്നതാണ്. Now let us discuss the applications of TLC. TLC are used to test the purity of the sample. Thin layer chromatography helps to detect the purity of the sample by direct comparison with the standard or authentic sample. Any impurity in the sample shows up as extra spots in chromatography. സിമ്പിൾ ആണ്. അതായത് നമ്മളുടെ ഏതെങ്കിലും ഒരു ഓർഗാനിക് കോമ്പൗണ്ട് പ്യൂരിറ്റി കണ്ടെത്തണമെങ്കിൽ TLC ചെയ്താൽ മതി. TLC ചെയ്ത് നോക്കുന്നു, നമുക്ക് കൂടുതലായിട്ട് സ്പോട്ടുകൾ കിട്ടുവാണെങ്കിൽ അത്രയും കമ്പോണൻസ് ഈ ഓർഗാനിക് കോമ്പൗണ്ട് കൂടെ ഉണ്ടായി എന്ന് പറയാവുന്നതാണ്. അപ്പൊ പ്യൂരിറ്റി അതനുസരിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓർഗാനിക് കോമ്പൗണ്ട്സ് 99% പ്യൂരിറ്റി എന്ന് വന്നു കഴിഞ്ഞാലും അതിൽ കുറച്ചൊക്കെ വേറെ ഏതെങ്കിലും കണ്ടാമിനൻസ് ഉണ്ടാവും. ഏതൊക്കെ കണ്ടാമിനൻസ് കണ്ടെത്താൻ തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി ഉപയോഗിക്കാവുന്നതാണ്. Next is to identify the components. Thin layer chromatography can purify, isolate, and identify the natural products like volatile oil or essential oil, fixed oil, waxes, terpenes, alkaloids, glycosides, steroids, etc. in the test samples. പ്യൂരിഫിക്കേഷന് ഐസൊലേഷന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി. കൂടുതലായിട്ടും നാച്ചുറൽ പ്രൊഡക്ട്സിലാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ ആൽക്കലോയിഡ്സിനെ പ്യൂരിഫൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഉപയോഗിക്കാം. ടെർപീൻസിനെ, വാക്സസ്, ഓയിൽസ്, ഫാറ്റ്സ്, ഇതിനൊക്കെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി ഉപയോഗിക്കാവുന്നതാണ്. Examination of reaction mixtures. When you combine two or more substances and the resultant combination shows a change in the structure or energy content of the interacting entities, the final product is called a reaction mixture. When such a mixture is subjected to thin layer chromatography, it can tell whether the reaction is complete or not and also check other separation and purification process. നമ്മൾ റിയാക്ഷൻ നമ്മൾ നടത്തുവാണ്, ആ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിലേക്ക് എത്തിയോന്ന് നമുക്ക് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ റിയാക്ഷൻ കംപ്ലീറ്റ് ആയോന്ന്. അപ്പൊ നമ്മൾ ആ റിയാക്ഷൻ മിക്സ്ചറിന് എടുത്ത് തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി ചെയ്യുക. ഒരു എത്ര കമ്പോണൻസ് ഉണ്ട്, അത് ഏതൊക്കെ കമ്പോണൻസ് ആണ്. അപ്പൊ നമ്മൾ എടുത്ത റിയാക്ടൻസ് അല്ല കമ്പോണൻസ് എങ്കിൽ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് റിയാക്ഷന് കംപ്ലീറ്റ് ആയി റിയാക്ടൻസ് ഒക്കെ തീർന്നു, എന്നിട്ട് ഇപ്പൊ കിട്ടിയേക്കുന്നത് പുതിയത് പ്രോഡക്ട്സ് ആണ്, നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. നെക്സ്റ്റ് ബയോകെമിക്കൽ അനാലിസിസ്. Biochemical metabolites from the body fluids, blood plasma, serum, urine, etc. can be isolated using thin layer chromatography. ബ്ലഡിലുള്ള പദാർത്ഥങ്ങൾ, ബ്ലഡിൽ തന്നെ നമുക്കറിയാം, ബ്ലഡ് പ്ലാസ്മയിൽ തന്നെ എന്താ പറയാ പലജാതി ബ്ലഡ് സെൽസ് ഉണ്ട്. ഈ
നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ടാവും ലിംഫോസൈറ്റ്സ്, മോണോസൈറ്റ്സ്, ഈസ്നോഫിൽസ്, അതിനെയൊക്കെ വേർതിരിക്കാനും യൂറിനിൽ അതുപോലെ തന്നെ പല ജാതി പദാർത്ഥങ്ങളുണ്ട്. ക്രിയാറ്റിൻ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. പ്രോട്ടീൻസ്, ആൽബുമിൻ, അതൊക്കെ അതിനെയൊക്കെ വേർതിരിക്കാൻ വേണ്ടി നമുക്ക് തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി ചെയ്യാവുന്നതാണ്. In chemistry, TLC is used to separate and identify closely related compounds or cations and anions in inorganic chemistry. കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമുക്ക് കാറ്റിയോൺസിനെയും ആനിയോൺസിനെയും സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ പല ജാതി സോൾട്ടുകളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. Pharmaceutical industries utilize TLC technique for qualitative analysis or detect impurities in various medicines like hypnotics, sedatives, anticonvulsants, tranquilizers, antihistamines, analgesics, local anesthetics, steroids, etc. Yet another important application of TLC is to separate multi-component pharmaceutical formulations into its individual components. ഇത് മരുന്നുകളുടെ കാര്യത്തിൽ ആണ് വരുന്നത്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലാണ് വരുന്നത്. അതിൽ ഒരു മരുന്നിൽ എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? TLC ചെയ്താൽ മതി. അപ്പൊ അതിനൊരു നല്ല എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയണത് നമ്മുടെ പനിക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ് അനാൽഗസിക് ടാബ്ലറ്റ്, പനിക്കും വേദനയ്ക്കും. അത് ശരിക്കും പാരസെറ്റാമോൾ ഉണ്ടാവും, അതിൽ ആസ്പിരിൻ ഉണ്ടാവും, കഫീൻ ഉണ്ടാവും, ഇബുപ്രൂഫൻ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ടോ നമ്മൾക്ക് കണ്ടെത്തണമെങ്കിൽ നമ്മൾക്ക് ഇതിന് TLC ചെയ്താൽ മതി. ഒരു സിലിക്ക ജെൽ പ്ലേറ്റിൽ TLC ചെയ്യുക, നമ്മുടെ മൊബൈൽ ഫേസ് ആയിട്ട് ഈഥൈൽ അസറ്റേറ്റ് കണ്ടെയ്നിങ് ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് ഉപയോഗിക്കുക. ടാബ്ലറ്റിന് ഡിസോൾവ് ചെയ്യേണ്ടത് മെഥനോൾ അസറ്റോൺ മിക്സ്ചറിലാണ്. ഇത് എന്താ പറയാ, പാരസെറ്റാമോളിന്റെ ഒരു സ്പോട്ട് കാണാൻ പറ്റും, ആസ്പിരിന്റെ ഒരു സ്പോട്ട് കാണാൻ പറ്റും, കെഫീന്റെ ഒരു സ്പോട്ട്, ഇബുപ്രൂഫിന്റെ സ്പോട്ട്. അതിൽ കൂടുതൽ സ്പോട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതിൽ കണ്ടാമിനൻസും കൂടി ഉണ്ടെന്ന്. അപ്പൊ നമുക്കത് കണ്ടെത്താനും കൂടി പറ്റും. അതാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലുള്ള ഗുണം എന്ന് പറയുന്നത്. TLC is also used in food and cosmetic industry. Any artificial color, preservatives, sweetening agent, and other impurities in food and cosmetic products can be detected and isolated by TLC technique. നമ്മുടെ ഭക്ഷണത്തിലും പിന്നെ നമ്മുടെ കോസ്മെറ്റിക്സ്, നമ്മുടെ മേത്ത് ഉപയോഗിക്കുന്നത്, ഇതിലൊക്കെ പലപ്പോഴും കണ്ടാമിനൻസ് ഉണ്ടാവാറുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത, നമ്മുടെ ശരീരത്തിൽ തേക്കാൻ പാടില്ലാത്ത പദാർത്ഥങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടാവും. അത് ഏതൊക്കെയാണ്, അതുണ്ടോ ഇല്ലയോ, നിനക്ക് TLC ചെയ്താൽ മതി. ഞാൻ പേപ്പർ ക്രോമാറ്റോഗ്രഫിയിലും പറഞ്ഞിട്ടുണ്ടായി, അതേ ആപ്ലിക്കേഷൻസ് തന്നെയാണ് TLCയിലും വരുന്നത്. അപ്പൊ TLC ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, പുതിയ സ്പോട്ടുകളൊക്കെ കിട്ടണമെങ്കിൽ ഉറപ്പിക്കാം ഇത് ഹൈലി കണ്ടാമിനേറ്റഡ് ആണ്. ഇത് മാത്രമല്ല, ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് TLC can also be used for the separation of amino acids like alanine, lysine, leucine, valine by doing thin layer chromatography on silica gel using butanol, acetic acid, water mixture as the eluent. TLC can also be used for the rapid separation, purification, and identification of components which are present in minute quantities. And TLC is used for the detection of contaminants or adulterants in chemical samples in the laboratory. ഇത്രയുമാണ് TLCയുടെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. രണ്ട് കാര്യത്തിൽ നമുക്ക് ഇതിനെ ഒതുക്കാവുന്നതാണ്. രണ്ട് കാര്യത്തിൽ, ഒന്ന് ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടാമിനൻസും, ഒന്ന് അനാലിസിസ് ഓഫ് കണ്ടാമിനൻസ് ഇൻ വേരിയസ് പ്രോഡക്ട്സ്. ഓർഗാനിക് ആവാം, ഇൻഓർഗാനിക് ആവാം, എങ്ങനത്തെ പ്രൊഡക്റ്റ് ആയാലും അതിൽ ഏതൊക്കെ കണ്ടാമിനൻസ് വന്നിട്ടുണ്ട്, എത്ര അളവിൽ വന്നിട്ടുണ്ടെന്ന് കണ്ടെത്താൻ TLC ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. So these are the applications of TLC. Thank you.